ആർ ബാലകൃഷ്ണപിള്ളയും INLും ആദ്യമായി പങ്കെടുത്ത ഇടതുമുന്നണി നേതൃയോഗത്തിൽ VS അച്യുതാനന്ദൻ വിട്ടുനിന്നു. ഇരു പാർട്ടികളെയും ഉൾപ്പെടുത്തിയതിലുള്ള വിയോജിപ്പ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് VS ഒഴിഞ്ഞു നിന്നത്. കഴിഞ്ഞ രണ്ട് യോഗങ്ങളിലും VS പങ്കെടുത്തിട്ടില്ല എന്നും അതുപോലെ കണ്ടാൽ മതിയെന്നുമായിരുന്നു CPMന്റെ ന്യായീകരണം. ശാരീരികാസ്വാസ്ഥ്യം കൊണ്ടാകാം വിട്ടുനിന്നതെന്ന് മുന്നണി കൺവീനർ A. വിജയരാഘവൻ പറയുന്നു. ബാലകൃഷ്ണപിള്ളയുടെ സാന്നിധ്യം മൂലമല്ലേ VS മാറി നിന്നതെന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തിവിരോധമായി കാണേണ്ടതില്ല എന്നായിരുന്നു വിജയരാഘവന്റെ വിശദീകരണം. യോഗങ്ങൾ VSനെ അറിയിക്കാറുണ്ട്, ചിലപ്പോൾ എത്താറില്ല എന്നും കൺവീനർ പറയുന്നു. VSന്റെ ഗതി ശത്രുക്കൾക്ക് പോലും വരുത്തരുത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ആദർശമൊക്കെ പേരിന് കൊള്ളാം, പിന്നെ മിണ്ടാതിരുന്നാൽ മൂലയ്ക്കെങ്കിലും ഇരിക്കാം, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അഴിമതിക്കാരനെന്ന് പറഞ്ഞ് പിള്ളയെ പിടിച്ച് ജയിലിലിട്ട ശൗര്യമൊക്കെ പഴയ കഥ. ഇന്നലെ നടന്ന ഇടതുമുന്നണി യോഗം പിള്ളയ്ക്ക് വാശി തീർക്കലാണ്. അത് പലരോടും പിള്ള പറഞ്ഞു കഴിഞ്ഞു. VSന്റെ വാക്കുകൾക്ക് ഇപ്പോൾ പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാനം രക്ഷിക്കാൻ ഇനി മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുന്നണി വിപുലീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുന്നണി യോഗമായിരുന്നു അത്. 6 കക്ഷികൾ മാത്രമായിരുന്ന ഇടതുമുന്നണിയിൽ 10 ഘടകകക്ഷിയായി വർദ്ധിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ജംബോ മുന്നണി യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് LDF ഈ നിർണായക നീക്കം നടത്തിയത്. CPIM, CPI, ജനതാദൾ S, NCP, കോൺഗ്രസ് S, കേരള കോൺഗ്രസ് സക്കറിയ തോമസ് വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസ് B, INL MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടി, ലോക് താന്ത്രിക്, ജനതാദൾ എന്നിവയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ. ഒരു മുന്നണിയിൽ തന്നെ 3 കേരള കോൺഗ്രസ്, 2 ജനതാദൾ, 4 കക്ഷികളെ കൂടി ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിച്ച ആദ്യ യുഗമാണ് പരിചയപ്പെടുത്തലിന് വേദിയായത്. 10 കക്ഷികളിൽ നിന്നായി 30ഓളം പേർ യോഗത്തിലെത്തിയപ്പോൾ ഹാൾ ഞെരുങ്ങി. സാധാരണ 18-20 പേരാണ് LDFന് എത്തുക. മേശയ്ക്ക് ചുറ്റുമുള്ള നിര വിട്ട് രണ്ടാം നിരയിലും കസേരകൾ ഇടേണ്ടി വന്നു. അടുത്ത യോഗം മുതൽ ചെറു കസേരകളാക്കിയാൽ സ്ഥലം ലാഭിച്ച് കാലുനീട്ടിയിരിക്കാം എന്നുള്ളതായിരുന്നു വിപുലീകരിച്ച LDFന്റെ ആദ്യ തീരുമാനം. ദീർഘനാളുകളായി CPMും ഇടതുമുന്നണിയും സ്വീകരിച്ചിരുന്നത് അഴിമതിക്കെതിരെയും വർഗീയതയ്ക്ക് എതിരെയുമുള്ള നിലപാടാണ്. ഈ നിലപാടിൽ ഉറച്ചു നിന്നവരാണ് ഇടത് നേതാക്കൾ. വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന INLനെ ഇപ്പോൾ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഴിമതി കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസ് നടത്തുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത VSും പിള്ളയും ഒരുമിച്ചിരിക്കേണ്ടതായ മുന്നണി യോഗത്തിൽ നിന്നാണ് VS മുങ്ങിയത്. കേരള കോൺഗ്രസ് Bയുടെയും INLന്റെയും മുന്നണി പ്രവേശനത്തിനെതിരെ VS രംഗത്ത് വന്നിരുന്നു. സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർക്കും വർഗീയ കക്ഷികൾക്കുമുള്ള ഇടത്താവളമല്ല ഇടതുമുന്നണിയെന്ന് ആയിരുന്നു VSന്റെ പരാമർശം. ഘടകകക്ഷിയായിട്ടും ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു VSന്റെ രൂക്ഷ വിമർശനം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മകളും മുന്നണികളും കെട്ടിപ്പടുക്കുന്നതും ചില ഉൾക്കാഴ്ചകളോടെയാണ്. ജനാധിപത്യം, മതേതരത്വം, തുല്യത, സോഷ്യലിസം എന്നിങ്ങനെയുള്ള ചില ഉൾക്കാഴ്ചകൾ ഉള്ളവരുടെ കൂട്ടായ്മയാവണം ഇത്. കലഹപ്രചരണങ്ങളിൽപ്പെട്ട അനാചാരങ്ങളും സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർ, വർഗീയ കക്ഷികൾ എന്നിങ്ങനെയുള്ളവർക്കുള്ള ഇടത്താവളമല്ല ഇടതുപക്ഷ കൂട്ടായ്മകളും ഇടതുമുന്നണികളും എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പിന്നാലെ മുന്നണി പ്രവേശനത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച VS അച്യുതാനന്ദന് മറുപടിയുമായി ആർ ബാലകൃഷ്ണപിള്ള രംഗത്ത് വന്നിരുന്നു. ഇടതുമുന്നണിയിൽ താൻ പുതുമുഖമല്ല എന്നും ഔപചാരികമായി മുന്നണിയിൽ എടുത്തുവന്നേ ഉള്ളൂവെന്നും പിള്ള പറഞ്ഞു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം VS അച്യുതാനന്ദനുണ്ടെന്നും ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മേഖല തിരിച്ച് 2 രാഷ്ട്രീയ പ്രചാരണ ജാഥകൾ നടത്താൻ LDF തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ജാഥ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും, കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന ജാഥ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നയിക്കും. ഫെബ്രുവരി 2ാം വാരം ആരംഭിക്കുന്ന ജാഥകൾ മാർച്ച് 2ന് തൃശൂരിൽ വൻ റാലിയായി സമാപിക്കും. BJPയെയും കോൺഗ്രസിനെയും തുറന്നു കാണിക്കുന്നതാകും ജാഥകളെന്ന് LDF കൺവീനർ A. വിജയരാഘവനും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.